ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണെന്നൊക്കെ പറയുമ്പോഴേ ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ, ഈ രാവിലെ എനിക്ക് ഈ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ എങ്ങനെയാണ് ടൈം കിട്ടുക? ചപ്പാത്തി ഉണ്ടാക്കാൻ നല്ല പണിയല്ലേ, ബുദ്ധിമുട്ടല്ലേ എന്ന് കേട്ടോ. പക്ഷേ സത്യം പറയാലോ, എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അതിനൊരു കാരണമുണ്ട്, വേറെ ഒന്നുമല്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഇക്കയും ഇക്കാൻ്റെ വാപ്പയും എപ്പോഴും ചപ്പാത്തി മാത്രമേ കഴിക്കുള്ളൂണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാത്രി എപ്പോഴും ചപ്പാത്തി ആയിരിക്കും. അതുവരെ നമ്മൾ ചപ്പാത്തിയിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ മുഴുവനായിട്ട് ചപ്പാത്തി പണിയൊന്നും നമ്മൾ എടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ആദ്യമായിട്ട് പഠിച്ച ഒരു പണിയാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കൽ കേട്ടോ. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കി ഞാൻ ഇതിലൊരു നല്ലൊരു എക്സ്പേർട്ട് ആയിട്ടുണ്ട്. അങ്ങനെ രാവിലെ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ റെഡിയാക്കി. പിന്നെ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ മക്കൾക്കും നെയ്ച്ചോറ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു, രാവിലെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മുടെ ബിരിയാണിയിലേക്ക് ഞാനൊരു 10 മിനിറ്റ് കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് ഊറ്റി വെച്ചു കേട്ടോ. ഊറ്റി വെച്ചാലായിരിക്കും നമ്മൾ കറക്റ്റ് വെന്ത് കിട്ടുള്ളൂ. അല്ല, കറക്റ്റ് വെന്തിട്ടതല്ല, കറക്റ്റ് ആ ഒരു വെള്ളത്തിൽ കുക്കായിട്ട് കിട്ടുള്ളൂ. പിന്നെ അപ്പോഴത്തേക്കും ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മക്കളൊക്കെ മദർസ് വിട്ട് വന്നു കേട്ടോ. 8:35 ആകുമ്പോഴത്തേക്കും അവർ വരും കേട്ടോ. 8:35 40 ആകുമ്പോഴത്തേക്കും അവരെത്തും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ആ നെയ്ച്ചോറൊക്കെ റെഡിയാക്കി. ആ ഒരു ടൈമിൽ കുട്ടികൾ ഫുഡ് കഴിക്കുമ്പോൾ ഉപ്പുമുളകും കണ്ടിട്ടുണ്ടോ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കണമെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരെന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ അവരെന്നെ മാറും കേട്ടോ. ഞാനങ്ങനെ മാറ്റി കൊടുക്കാറൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പാവാട കൊളുത്തിടാനോ അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്ത് കൊടുക്കുള്ളൂ. അവരെ യൂണിഫോം ഇടുന്നതും ബുക്ക് വെക്കുന്നതൊക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം തന്നെ നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ അവർ കാണും. പിന്നെ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ മുടി മാത്രമേ ഞാൻ കെട്ടിക്കൊടുക്കൂ കേട്ടോ. അങ്ങനെ മുടിയൊക്കെ കെട്ടി. ഇന്ന് ഞാനൊരു പ്രത്യേക മോഡലിൽ കെട്ടിയിട്ടുണ്ട്. എനിക്ക് മുടി ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മുടിയൊക്കെ കെട്ടി ആളെ സ്കൂളിൽ വിട്ടു.